എനിക്കൊരു രണ്ട് കാര്യം പറയാനുണ്ട്. ഞങ്ങൾ സ്വർണ്ണ കുഴപ്പമില്ല, ഞങ്ങൾ കുടുംബസമേതം ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരാണ്. ഞാൻ ഉൾപ്പെടെ, ഞങ്ങളുടെ ഫാമിലി ഉൾപ്പെടെ, അതായത് എൻ്റെ അമ്മ മാത്രമേ വേറെ ഉള്ളൂ. ഞങ്ങളുടെ ഈ പരിസരത്തെ ഈ പാർട്ടിയിലെ പ്രവർത്തിക്കുന്ന ആളായിട്ട് എൻ്റെ ഭാര്യ സംസാരിക്കുകയാണ് ആദ്യമായിട്ട്. അല്ല, ഞങ്ങൾ വേറെ പാർട്ടിയോട് നന്ദിയോടൊന്നും കാണിച്ചില്ല. ഞങ്ങൾക്ക് ഇതുവരെ ഒന്നിനും ഞങ്ങൾ ചെന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് തന്ന മറുപടി, നിങ്ങൾ ഇതിന് അർഹതപ്പെട്ടതല്ല എന്നാണ് ആദ്യത്തെ മറുപടി. ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലായിരുന്നു ഇങ്ങനെ പറയുകയാണെങ്കിൽ. ഞങ്ങൾ ശ്രമിച്ചു നോക്കട്ടെ. എന്നൊരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ, ഒരു കിടപ്പടം എന്ന് പറയുമ്പോൾ ഒരാളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണല്ലോ ചോരാത്തൊരു കിടപ്പടം. രണ്ട് പെൺകുട്ടികളുള്ള രക്ഷകർത്താക്കളുടെ മനസ്സിന്റെ വിഷമങ്ങൾ അതൊക്കെ അനുഭവിക്കുന്നവർക്കല്ലേ അത് മനസ്സിലാവുള്ളൂ. അപ്പം അത് സമീപിച്ചത് ഞങ്ങളുടെ പാർട്ടിയുടെ അടുത്താണ്. തുറന്നു പറയാം, ഞാനെന്ത് വിചാരിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ ചെന്ന് പറഞ്ഞു, അർഹതപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് നിറഞ്ഞ മനസ്സോടുകൂടി എൻ്റെ ഭാര്യ പറഞ്ഞ് സ്വീകരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു, ഞങ്ങൾക്കിത് വലിയൊരു കൊട്ടാരമാണ്, മനസ്സിലായില്ലേ? പിന്നെ ഞങ്ങളും കൂടി ശ്രമിച്ച് സാറ് വന്ന് താക്കൂല എന്നപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു അഭിനന്ദനം തന്നു. നിങ്ങളും ശ്രമിച്ച് ഇത് നല്ലൊരു ഭംഗിയാക്കിയാലോ എന്നൊരു അഭിനന്ദനം സാർ തന്നു. അതിന് സാറിനോടും സാറിന്റെ പാർട്ടിയോടും ഞങ്ങളും എന്നും കടപ്പെട്ടവരായിരിക്കും. സതീഷ് സാറിന് ഞങ്ങൾക്ക് കേൾക്കുന്ന ആരോപണങ്ങളൊക്കെ ഞാനും പത്രമീഡിയങ്ങളൊക്കെ വായിക്കണം. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാനോ മറ്റോ അത് ഇനി ഞങ്ങളുടെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ സാറിന്റെ വലിയൊരു തെറ്റുണ്ടാവില്ല എന്ന് പറയാം. ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. കാരണം ഞങ്ങളുടെ അനുഭവമാണ് പറയണം. ഞങ്ങൾക്ക് അങ്ങനെ വേറെ പരാതികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ഹാപ്പിയാണ്. അതിന്റെ ഇത് സതീശനും സാറും എല്ലാവരോടും ഞങ്ങൾക്ക് കുടുംബസമേതം നന്ദിയുണ്ട്, അങ്ങേറ്റം കടപ്പാടുണ്ട്. അതായത് ഞാനൊരു രാഷ്ട്രീയ ഒരു പ്രസ്ഥാനത്തെ മോശമാക്കിയും ഒരു പ്രസ്ഥാനത്തെ നന്നാക്കി അല്ല സംസാരം. ഞങ്ങളുടെ അനുഭവം, ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് ഞങ്ങളാദ്യം സമീപിച്ചിട്ട് ഞങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് രക്ഷ നോക്കാലോ. ശരിയല്ലേ? ഞങ്ങൾ പറയുന്നത് തെറ്റുണ്ടോ? അർഹതപ്പെട്ട എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്താണ് ജോലി? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആയുർവേദ മരുന്നിന്റെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് കൂടുതലും. അതൊന്നും തീരുമാനമൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് പോലും അർഹതയില്ല. എന്റെ ഭാര്യക്കൊരു, ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെയധികം പരാതിന് താഴെയായിരുന്നു അന്ന്. വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഞങ്ങൾ വേറെ പൂർവീകരണ സ്വത്തോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും പിള്ളേരെ പഠിപ്പിക്കണം, ഇങ്ങനത്തെ ഒരു വീട് കയറ്റാൻ ഞങ്ങൾ കൊണ്ട് നടക്കില്ല. ഉറപ്പാണ് നടക്കില്ല, 100% നടക്കില്ല. പുനർജനി ഉള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ ഒരു മരം കിട്ടിയത് തന്നെ. അതുകൊണ്ട് ആ സാറിനോട് ഞങ്ങൾ മരണം വരെയും കടപ്പാടുണ്ട്. പുനർജന്മം ആ വാക്കിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. 2018 ഒരു പ്രളയം എല്ലാം നഷ്ടപ്പെടുത്തി. ഒരു ജന്മം തന്നെ നഷ്ടപ്പെടുത്തിയ പ്രളയം, ഒരു ജീവിതം, ഒരായുസ് കൊണ്ട് ഉണ്ടാക്കിയത് തന്നെ എല്ലാം നഷ്ടപ്പെടുത്തിയ പ്രളയം. ആ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായി നിൽക്കുന്ന ഒരു പറ്റം ജനങ്ങളെ, പാവങ്ങളെ, സാധുക്കളെ ആണ് പ്രതിപക്ഷ നേതാവ് പുനർജനിപ്പിച്ചു കൊണ്ടുവന്നത്. ആ പദം തന്നെ അതിനെ അർത്ഥമാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടത് പറവൂരിൽ നിന്നുള്ള സഖാവായ ഒരു കുടുംബനാഥന്റെ വാക്കുകളാ. ഇനി അങ്ങോട്ട് ഒരു പുരുഷായുസ് കൊണ്ട് ഒരു വീടെന്ന സ്വപ്നം, അതൊരു സ്വപ്നം മാത്രമായി അവസാനിച്ചു പോകുമായിരുന്ന ഒരു ജീവിതം, ആ ജീവിതത്തെയാണ് സഖാക്കള് അർഹതയില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. 2018 പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ പാർട്ടി ഓഫീസിന് മുന്നിൽ, തൻ്റെ നേതാക്കൾക്ക് മുന്നിൽ, സഖാക്കൾക്ക് മുന്നിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ, ഒരു പറവൂരുകാരൻ വന്നു നിന്ന് തൻ്റെ സങ്കടം ബോധിപ്പിച്ചപ്പോ സഖാക്കൾ പറഞ്ഞു നിങ്ങൾക്ക് അർഹതയില്ലെന്ന്. പിന്നെ ആർക്കാണ് അർഹതയുള്ളത്? അർഹതയുള്ളവർ ക്ലിഫ് ഹൗസിലുണ്ട്, അർഹതയുള്ളവര് രാജാവിന്റെ മക്കളാണ്. ലൈഫ് മിഷൻ കേസിൽ പോലും, ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ നിന്ന് പോലും അർഹതപ്പെട്ട് പലതും നേടിയെടുത്ത ആളുകള്. അപ്പോ അർഹതയില്ലെന്ന് പറഞ്ഞ് സഖാക്കൾ തള്ളിക്കളഞ്ഞ സഖാവ്, ആ സഖാവ് വി ഡി സതീശന്റെ പക്കലെത്തുകയാ. ആ വി ഡി സതീശനോട് ചോദിച്ചപ്പോ ഒരു മടിയും കൂടാതെ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അർഹനാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 പെൺമക്കളുടെ അച്ഛനായ ആ അച്ഛനും ആ കുടുംബത്തിനും വേണ്ടിയിട്ട് വീടെന്ന സ്വപ്നം പുനർജനിപ്പിച്ചു. ആര്? വി ഡി സതീശൻ. അതാണ് പുനർജനി. 229 വീടുകൾ, ക്ഷീര കർഷകർക്കുള്ള സഹായങ്ങൾ, അങ്ങനെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന പലർക്കുമുള്ള പലതരത്തിലുള്ള സഹായങ്ങൾ, പഠനത്തിനു വേണ്ടിയുള്ള ഉപകരണങ്ങൾ, പഠന സാമഗ്രികൾ,
അങ്ങനെ എല്ലാം തൻ്റെ മണ്ഡലത്തിലെ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കുകയായിരുന്നു. ആ ഒരുക്കിയ ആ ഒരു പദ്ധതിക്ക് അദ്ദേഹം കണ്ടെത്തിയ പേരാണ് പുനർജനി. ശരിക്കും യഥാർത്ഥത്തിൽ പുനർജനിപ്പിക്കുകയായിരുന്നു ഒരു സമൂഹത്തെ. ജീവൻ മാത്രം ബാക്കിയായി, ജീവിതം ഇങ്ങനെ എവിടേക്ക് കൊണ്ടുചെന്നെത്തിക്കണമെന്ന് അറിയാതെ നിന്ന ഒരു കൂട്ടം ജനതയെ, തന്റെ പറവൂരുകാരെ പുനർജനിപ്പിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. അതുകൊണ്ടാണ് സഖാക്കളെ, നിങ്ങൾക്ക് പുനർജനി എന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാലിളകുന്നതും, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവും നിങ്ങളുടെ MLA-യും നിങ്ങളുടെ മന്ത്രിമാരും സ്വർണം കട്ടതിനും ജട്ടി കട്ടതിനും അകത്ത് പോകുമ്പോ പ്രതിപക്ഷ നേതാവിനെതിരെ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ എന്ന് കരുതി ഈ പുനർജനി പ്രതിപക്ഷ നേതാവിന്റെ കഴുത്ത് വെട്ടാനുള്ള ഒരു വാളാക്കി മാറ്റണ്ട. അത് പ്രതിപക്ഷ നേതാവിന്റെ രോമത്തിൽ പോലും തൊടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനപ്പുറം പുനർജനിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് റഹീമിനെ പോലെയുള്ളവർക്ക്, സഖാക്കൾക്ക് പിൻവാതിലിലൂടെ സർട്ടിഫിക്കറ്റുകൾ അടിച്ചു മാറ്റുന്ന സഖാക്കൾക്ക് നിങ്ങളുടെ മുന്നിലും പിന്നിലും എഴുതി ചേർക്കുന്ന വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷനുകൾ, അത് നിങ്ങളെ അളക്കാനുള്ള മാനദണ്ഡമാകാത്തപ്പോ ഒരു PhD നേടാൻ ഒരു ഗവേഷണ വിഷയമാക്കാം. വേണമെങ്കിൽ റഹീമിനെ പോലെയുള്ള കള്ളന്മാരായിട്ടുള്ള സഖാക്കൾക്ക്, പിൻവാതിലൂടെ സർട്ടിഫിക്കറ്റുകൾ അടിച്ചു മാറ്റുന്ന സഖാക്കൾക്ക് ഒരു PhDക്ക് ഗവേഷണ വിഷയമാക്കാം പുനർജനിയെക്കുറിച്ച്. പുനർജനി അതിനെക്കുറിച്ച് അതൊരു ഗവേഷണ വിഷയം, സബ്ജക്റ്റ്, തിസീസിനുള്ള ഒരു സബ്ജക്റ്റ് പുനർജനി എന്താണ്, ആ പദ്ധതിയെക്കുറിച്ച് പഠിച്ച് അതിനെ ഒരു തിസീസിനുള്ള സബ്ജക്റ്റ് ആക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഗവേഷണം നടത്തിയിട്ട് അത് സബ്മിറ്റ് ചെയ്താൽ വലിയ ഒരു ഗവേഷണമായിട്ട് അതിനെ കാണാനും വലിയ ഡോക്ടറേറ്റും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടാനുള്ള ഒരു അവസരം കൂടിയാണ്. അതോടൊപ്പം സഖാക്കൾ പഠിക്കുകയും ചെയ്യാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് അതിനെ നടപ്പിലാക്കേണ്ടത്, എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് അതിനെ നടപ്പിലാക്കേണ്ടത് എന്നൊക്കെ. അതല്ലാതെ വയനാട്ടിലെ പാവങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ സാധാരണക്കാരായ കേരളത്തിൻ്റെ ജനങ്ങൾ നൽകിയ 735 കോടി രൂപ ഖജനാവിൽ വെച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ആവുന്നത് വരെ ആ വീടുണ്ടാക്കി കൊടുക്കാതെ അവരെ ഇട്ട് നിരകിപ്പിക്കുന്നത് പോലെയല്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണെന്ന് പുനർജനി കണ്ട് പഠിക്കാൻ സഖാക്കളെ ഞാൻ വെല്ലുവിളിക്കുക. വേണമെങ്കിൽ ഒരു ഗവേഷണ വിഷയമായിട്ട് എന്നെ കാണുകയും ചെയ്യാം നിങ്ങൾക്ക്. അതിനപ്പുറത്തേക്ക് വി.ഡി. സതീശൻ്റെ രോമത്തിൽ, തമിഴിൽ പറഞ്ഞാൽ വി.ഡി. സതീശൻ്റെ മയില് പുടുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അത് മലയാളമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട, അത് തമിഴാണ്. വി.ഡി. സതീശൻ്റെ മയില് പുടുങ്ങാനുള്ള ഒരു വഴിയായിട്ട് നിങ്ങൾക്ക് പുനർജനിയെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എത്രത്തോളം ആഞ്ഞു പിടിച്ചാലും സതീശനെ വീഴ്ത്താൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒന്നും പറയാനില്ലാത്ത പിണറായി വിജയന് ഞാൻ പറയുന്നു, ഈ പുനർജനി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അത് സതീശൻ എന്ന് പറയുന്ന നേതാവ് എങ്ങനെയാണ്, അയാളുടെ കഴിവുകൾ എന്താണ്, അയാളുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അയാളുടെ പ്രവർത്തന ശൈലികൾ എന്താണ്, അയാൾ എങ്ങനെയാണ് ഒരു ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യുന്നത്, ആസ് എ മാനേജർ അയാൾ എന്താണ്, അയാൾക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന റാങ്ക്, റേറ്റിംഗ് എന്താണ് എന്നൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യാൻ ഒരു കാരണം സഖാക്കളെ നിങ്ങളാവണം എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കാരണം വി.ഡി. സതീശൻ സ്വന്തം വന്നിട്ട് കേരളത്തോട്, ഇപ്പോൾ പറവൂരുകാരോട് ഇതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, പക്ഷെ കേരളത്തിലെ ജനങ്ങളോട് പുനർജനിയെക്കുറിച്ച് ഞാൻ വലിയ ഒരു സംഭവം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മേനി പറയലായിട്ട് മാറും. അപ്പോൾ അത് അങ്ങനെയല്ലാതെ സഖാക്കൾ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുനർജനി എന്താണെന്ന് കേരളത്തോട് വി.ഡി. സതീശൻ പറഞ്ഞു കൊടുക്കുക, കേരളത്തെ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് കാണാനുള്ള അവസരം കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി, ഒരു നേതാവ്, അയാളുടെ ക്വാളിറ്റി എന്താണ്, അയാളുടെ എബിലിറ്റി എന്താണ്, അയാളുടെ ക്യാപ്പബിലിറ്റി എന്താണ്, അയാളുടെ സ്കിൽ എന്താണ്, അയാളുടെ മാനേജ്മെന്റ് സ്കിൽ എന്താണ്, ഇതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു മീഡിയമായിട്ട് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
സഖാക്കൾ മാറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഇന്നലെ വി ഡി സതീശൻ പ്രത്യേകം പറയുന്നുണ്ടായി. എന്ത്, ഇതിനെ പ്രതിരോധിക്കേണ്ടി വരുമോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയാണോ, അല്ലെങ്കിൽ ആരാണ് അതിനെ പ്രതിരോധിക്കേണ്ടി വരിക, അല്ലെങ്കിൽ എന്താണ് പുനർജനി എന്നുള്ളത്, ആർക്കാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് കാണാമെന്ന് സതീശൻ പറയുന്നുണ്ടായി. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സഖാക്കൾ ഈ വിഷയം പ്രതിരോധിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോവുക. ഇതൊരു അക്രമത്തിനുള്ള ആയുധമായി കൊണ്ടുവന്നിട്ട് അവസാനം ഈ വിഷയത്തിൽ CPM-ഉം LDF-ഉം പിണറായി വിജയനും സഖാക്കളും ഒക്കെ പ്രതിരോധത്തിലാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ രാവിലെ അങ്ങനെ ഒരു ശുപാർശയുടെ ഒരു പാരഗ്രാഫുള്ള ഒരു പേജ് പുറത്തു വിട്ടുകൊണ്ട് വലിയ വാർത്തയാക്കിയവര് വൈകുന്നേരമായപ്പോൾ ആ ശുപാർശയുടെ പേജ് പൊട്ടി, തവിട് പൊടിയായി. കാരണം എന്താ, വൈകുന്നേരമായപ്പോൾ പുറത്തു വരുന്നത് ഒരു വലിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ സതീശൻ ക്ലീൻ ആണെന്ന് പിണറായിയുടെ വിജിലൻസ് പറയുന്ന ഒരു റിപ്പോർട്ടാണ് വൈകുന്നേരം നമ്മൾ കണ്ടത്. ഇത് ഏതുപോലെ ആയി എന്ന് ചോദിച്ചാൽ, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്ന് പറയുന്ന പാട്ട്, ആ പാട്ട് സഖാക്കളെ എത്രത്തോളം പ്രകോപിപ്പിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? ആ പാട്ടിനെതിരെ, പാട്ട് പാടിയവനെതിരെ, പാട്ട് എഴുതിയവനെതിരെ, റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോക്കെതിരെ, അവിടുത്തെ മൈക്കിനെതിരെ, അവിടുത്തെ മൈക്കിനെതിരെ പോലും, പാട്ട് പാടി റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച മൈക്കിനെതിരെ പോലും കേസെടുത്ത സഖാക്കള് അന്ന് വൈകുന്നേരമായപ്പോ 3G മൂഞ്ചി ഊമ്പി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പുനർജനി എന്ന് പറയുന്നത് സഖാക്കളെ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു PhD ഒക്കെ തരപ്പെടുത്തിയെടുക്കുവാനുള്ള ഒരു ഗവേഷണത്തിനുള്ള വിഷയമാക്കി മാറ്റാമെന്നതിനപ്പുറം അത് സതീശനെ വെട്ടാനുള്ള വാളായി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ വാള് നിങ്ങളുടെ തലയെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഒരു സഖാവിനും ഒരു അടിമക്കും ഒരു രാജാവിനും വേണ്ട എന്ന് ഞാൻ തറപ്പിച്ചു പറയുകയാണ്.